മോർണിംഗ് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നിന്ന് നമുക്ക് പുറത്തിറങ്ങണം. അപ്പോൾ സമയം ഒരു 7 മണി 6 ആയിട്ടുണ്ട്. മയിലൊക്കെ വന്നിട്ടുണ്ട്. എന്താ റോട്ടിൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇന്നലെ ആനേനെ കണ്ടേട്ടോ. ഒരു വ്യൂ ആണ് നമുക്കിപ്പോൾ മോർണിംഗ് വന്നിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ അങ്ങനെ ഹെവി കോടയൊന്നും ഇതുവരെ കിട്ടിയിട്ടാണ്. അവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്, റോഡ് സൈഡിലുള്ള ആ ഒരു പോർഷൻ. അതിൻ്റെ അപ്പുറമൊക്കെ ആയിരുന്നു ഇന്നലെ കാട്ടുപോത്തുകൾ കൂട്ടമായിട്ട് വന്നത്. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൈറ്റിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. റൂമിൻ്റെ അപ്പുറ സൈഡും ഒക്കെ ഇങ്ങനെ ആന ഇറങ്ങുന്നതും, ഇവിടെ ആന, കരടി, പുലിയൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഈ ഗാർഡൻസ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കാടാട്ടോ. അല്ല ഈവനിങ് അവിടെ ആന ഇരിക്കുക അവിടെ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ സ്റ്റേയിലെത്തി. വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോകുന്ന റൂട്ടിൽ റൊട്ടിക്കടയുടെ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു സ്റ്റേ വരുന്നത് കേട്ടോ. ഇവിടെയാണ് അപ്പം നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണീബി ഹിൽ സ്റ്റേ എന്നാണ്. വാൽപ്പാറ, ഊട്ടി, മൂന്നാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇവരുടെ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. റിസപ്ഷനിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഓൾറെഡി അഡ്വാൻസ് കൊടുത്തിട്ടാണ് വന്നത്. അഡ്വാൻസ് 1000 രൂപ നമ്മൾ പേ ചെയ്തിട്ടായിരുന്നു കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ബാക്കി എമൗണ്ടും പേ ചെയ്യണം, എന്നാലാണ് നമുക്ക് റൂമിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെക്കിനും ചെയ്ത് ബാക്കി എമൗണ്ടും കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങി. നമ്മളെ വണ്ടിയിൽ നിന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് റൂമിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. നമ്മൾ കയറുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആ ഭിത്തിയേക്കൂടെ പടങ്ങൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ പുറയിൽ ആന വരുന്നതൊക്കെ ആയിട്ടുള്ള കേട്ടോ. കയറുമ്പോൾ തന്നെ ഹാളിനോട് ചേർന്ന് 2 റൂമുകളുണ്ട്. അതിൽ ഒരു റൂമാണ് നമുക്ക് വേണ്ടിയിട്ട് ഉള്ളത് കേട്ടോ, നമ്മൾ എടുത്തേക്കുന്ന റൂം. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെ 2 റൂമുണ്ട്. ടോട്ടല് ഈ ഒരു ബിൽഡിങ്ങിൽ 4 റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു റൂം മാത്രമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു സ്റ്റേയിൻ്റെ ഉൾഭാഗം വരുന്നത് കേട്ടോ. അത്യാവശ്യം ഹാളും കാര്യങ്ങളൊക്കെ സ്പേസ് ഉണ്ട്. ഇനി നമ്മുടെ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ റൂം വരുന്നത് കേട്ടോ. നമ്മുടെ റൂമിൽ നമ്മൾ 5 പേർക്കുള്ള സ്റ്റേ ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത്. അതായത് നോർമലി ഒരു റൂമിൽ 4 പേർക്ക് സ്റ്റേ ചെയ്യാൻ 2500 രൂപയ്ക്ക് എക്സ്ട്രാ ഒരു ബെഡും കൂടി ഇട്ട് 5 പേർക്ക് സ്റ്റേ ചെയ്യാം കേട്ടോ. ഇതാണ് റൂമിൻ്റെ ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ് വരുന്നത്. പിന്നെ റൂമിലൊരു TV ഉണ്ട്, ഫാനുണ്ട്. അതൊക്കെയാണ് റൂമിലുള്ള ഫെസിലിറ്റീസ് കേട്ടോ. അപ്പം നമുക്ക് ആ റൂം കിട്ടിയിരിക്കുന്നത് നമ്മൾ ടോട്ടൽ 5 പേരുള്ളതുകൊണ്ട് തന്നെ 3000 രൂപയ്ക്കാണ്. പെർ ഹെഡ് 600 രൂപയാണ് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മൾ ആ സ്റ്റേ ചെയ്യുന്ന ആ ഒരു റിസോർട്ടിൻ്റെ ഉൾഭാഗവും ആ ഒരു സ്റ്റേയുടെ എമൗണ്ടും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഫുഡും ഒക്കെ അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ പുറത്തുനിന്ന് കഴിക്കണേക്കാളും കുറച്ച് എമൗണ്ട് ഇവിടെ കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡുള്ള ഒരു പാക്കേജ് അല്ല എടുത്ത്, നമ്മൾ സ്റ്റേ മാത്രമായിട്ട് എടുത്തോളൂ. നമ്മൾ സ്റ്റേ മാത്രമാണ് നമ്മൾ എടുത്തുകൊണ്ടാണ് നമുക്ക് പെർ ഹെഡ് 600 രൂപ വരുന്നത് കേട്ടോ. ആ 600 രൂപയ്ക്കകത്ത് ബ്രേക്ക്ഫാസ്റ്റോ ബാക്കി കാര്യങ്ങളോ ഒന്നും ഇൻക്ലൂഡഡ് അല്ല, സ്റ്റേ മാത്രമേ ഉള്ളൂ. ഇത് ബഡ്ജറ്റ് സ്റ്റേ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ റൂമിനകത്ത് കയറി ടൈം ഒട്ടും സ്പെൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് കിടക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റൂമിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം മതിയായിരുന്നു കേട്ടോ. പിന്നെ ഈ റിസോർട്ട് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളുടെ നടുക്കായിട്ട് അതിൻ്റെ സെൻട്രിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രാഫിക്കോ ഉള്ള വഴിയൊന്നുമല്ല, ഒരു കണക്ഷൻ റോഡാണ്. അതായത് വാൽപ്പാറയിൽ നിന്ന് പൊള്ളാച്ചിക്ക് പോകാനുള്ള ഒരു കണക്ഷൻ റോഡാണ്, മെയിൻ റോഡിലേക്ക് കണക്ട് ചെയ്യാനുള്ള. വലിയ വണ്ടിയുടെ തിരക്കോ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. നമുക്ക് നല്ല തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നല്ല തണുത്ത നല്ല അറ്റ്മോസ്ഫിയർ നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഇവിടുന്ന് വാൽപ്പാറ ടൗണിലേക്ക് ഏകദേശം ഒരു 6 കിലോമീറ്റർ ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ സ്റ്റേയുടെ ഇവിടുന്ന് ഏകദേശം ഒരു 1.5-2 കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൊട്ടിക്കട എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് മേടിക്കണമെങ്കിൽ അവിടെ പോയിട്ടും വേണം മേടിക്കാം കേട്ടോ. അതൊന്നുമല്ല, നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് മേടിക്കണമെങ്കിൽ റിസോർട്ടിലുള്ളവരോട് പറയുകയാണെങ്കിൽ അവർ കുക്ക് ചെയ്തു തരും കേട്ടോ. റിസോർട്ടിൽ തന്നെ കിച്ചണും ഷെഫും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മെനു ഒക്കെ നോക്കി കഴിഞ്ഞപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ റൂമിൽ തന്നെ അല്ലേ ഇരിക്കുന്നത്. നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് അങ്ങാനാണല്ലോ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളും എല്ലാം പുറത്തുനിന്ന് തന്നെ കേട്ടോ ആക്കിയത്. അപ്പൊ നമുക്ക് ഇനി റിസോർട്ടിന്റെ പരിസരവും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് നടന്നു കാണാം കേട്ടോ. കണ്ടില്ലേ? ആനമേള മേലെ കാണും അമ്മര് അവിടെ നിന്ന് കണ്ടുവന്നായിരിക്കും. കാണും മേലെ കാണും. മേലെ അങ്ങോട്ടോ മേലെ ഉണ്ട് എവിടെയെങ്കിലും കാണും.
കാട്ടുപോത്ത് ഇവിടെ കൂട്ടം കൂടായിരിക്കോ ഇതല്ലേ ഗ്രൂപ്പ്. ഈ കുതിര ഇവിടെ സ്ഥിരം വന്നോ നമ്മുടെ? ആ അപ്പോൾ ഇത് അവിടെ നിർത്തിയേക്കുന്ന ഒരു കുതിരയാണ്. കുതിരേനും കണ്ടു, ഒരു ചെറിയ കുതിര കേട്ടോ. എനിക്ക് അന്ന് അവിടെ സ്ഥിരം വന്ന ഒരു കുതിരയാണെന്നാണ് ആ പുള്ളി പറഞ്ഞ കേട്ടോ. ആനനെ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുന്നു. ഏത് ആനക്കാഴ്ച ഇതാണ് ആ ഒരു ആന കേട്ടോ. ഒരുപാട് അടുത്തൊന്നുമല്ല, എന്നാലും ഒരുപാട് നല്ല ഡിസ്റ്റൻസും അല്ലായിരുന്നു കേട്ടോ. നമ്മളാ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ആ മലയുടെ മേളിൽ തന്നെയാണ് ഈ ആന നിൽക്കുന്നത്. ഒരു കൊമ്പനാണ് കേട്ടോ. ആന അവിടെ നിന്ന് പുല്ലൊക്കെ ഇങ്ങനെ പറിച്ച് കുടഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവനവിടെ ഡോറ് തുറക്കുന്നതിൻ്റെ അവിടെ പോയി നിൽക്കുന്നു. നമ്മൾ ആദ്യം കണ്ട കുതിരയാണ് കേട്ടോ. ഇവനവിടെ വരുന്നവരെയും പോണവരെയൊക്കെ നോക്കി അവിടെ എങ്ങനെ നിൽക്കുവാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ആനേനും കണ്ട് വീണ്ടും ആ റോഡിൽ കൂടെ കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേറെ എന്തെങ്കിലും വൈൽഡ് ആനിമലിൻ്റെ ഒക്കെ സൈറ്റിംഗ് കിട്ടുമെന്ന് നോക്കി. അങ്ങനെ ആനേനെ കണ്ട്, കാട്ടുപോത്ത് കണ്ട്, മയില് കണ്ട്, ചെങ്കീര് കണ്ടു, കൊരങ്ങനെ കണ്ടു, കാട്ടുകോഴിയെ കണ്ടു. അല്ല, ഇന്ന് വിചാരിച്ച സാധനങ്ങളെല്ലാം കണ്ടിട്ടാ. പക്ഷെ നമ്മൾ അങ്ങനെ ചെരുവിൽ നിൽക്കുമ്പോൾ നമുക്ക് വ്യൂ കിട്ടൂല. അവൻ അവിടെ എത്തിയില്ല. സെയിം തന്നെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം കണ്ട സെയിം ആനയാണ്. നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു ആംഗിളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. കുറേ നേരമായിട്ട് അവൻ അവിടെ ഇങ്ങനെ നിന്ന് പുല്ലൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആനേനെയും കണ്ട് നമ്മൾ വീണ്ടും അതിലിങ്ങനെ നടക്കുവാണ്, വേറെ എന്തെങ്കിലും സൈറ്റിങ്സ് ഒക്കെ കിട്ടുമെന്ന് നോക്കിയിട്ട്. അപ്പോൾ കുറച്ചങ്ങ് നടന്നു ചെന്നപ്പോൾ ഇവിടെ വേറെ കുറച്ച് സ്റ്റേയും കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. മൗണ്ടൻ പാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റേ ആണ് നമ്മൾ ഈ കാണുന്നതിൻ്റെ ആ ഒരു റൈറ്റ് സൈഡിൽ ഉണ്ടോ കേട്ടോ. അത് ചെറിയ ചെറിയ സ്റ്റേകളാണ്. ഒത്തിരി ലക്ഷറിയും കാര്യങ്ങളൊന്നും ഇവിടെ വന്നിട്ട് പ്രതീക്ഷിക്കണ്ട കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇതൊരു ഗ്രാമപ്രദേശം പോലത്തെ ഒരു ഏരിയയിലാണ് നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൽ നടക്കാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഇതെന്ന് പറഞ്ഞ ഒരു ചായക്കടയുടെയൊക്കെ മുമ്പിലാണ്. ഇവിടെ അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പം നമ്മളിവിടെ വന്നിട്ട് എല്ലാവർക്കും ഓരോ കട്ടൻ ചായയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ചെറിയ ഷോപ്പാട്ടോ, നാട്ടുമ്പുറത്തെ അത്യാവശ്യ സാധനങ്ങളും പലചരക്കും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ചായയും പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന കടയുടെ മുകളിൽ ഒരു മല തന്നെയാട്ടോ ആനയുള്ളത്. അപ്പോൾ ആന എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ നോക്കി നമ്മളിങ്ങനെ ഇരിക്കുവാണ് അവിടെ. അപ്പോൾ നമ്മൾ പറഞ്ഞ കട്ടൻ ചായ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈവനിങ് ടൈമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു കട്ടൻ ചായയും കുടിച്ച് ആന അവിടെ നിന്ന് പോകണ്ടോ എന്നൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ. ഒപ്പം കുറച്ച് കടലെടുത്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ടൻ ചായയും കടലയും. തണുപ്പ് ഇവിടെ കട തണുപ്പ്. നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയുടെ അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ സ്റ്റേ. അതിനോട് ചുറ്റി ഇങ്ങനെയാണ് വഴി പോകുന്നത് കേട്ടോ. ആ വഴി കാണാൻ തന്നെ അടിപൊളി ലുക്കല്ലേ. എന്നാലും ഫുള്ള് വളവാട്ടോ, ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വഴി കിടക്കുവാണ്. അതിൻ്റെ ഒരു സൈഡിനോട് ചേർന്നാണ് നമ്മുടെ സ്റ്റേ കേട്ടോ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുവാണെങ്കിൽ ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങൾ പൊങ്ങി നിൽക്കുന്നുണ്ടോ. എല്ലാം കൂടെ കാണാനായിട്ട് നല്ല അടിപൊളി ലുക്കാണ്. ആ തേയിലത്തോട്ടത്തിലാണ് നമ്മൾ കാട്ടുപോത്തിനെ കണ്ടേട്ടോ. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ആ മലയിലാണ് നമ്മൾ ആനേനെ കണ്ടത്. ഒരു സൈഡിൽ കാട്ടാനയും നേരെ താഴത്തെ ആ ഒരു സൈഡിൽ കാട്ടുപോത്തും. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ സ്റ്റേയും വരുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒരു പൊളി വൈബാണ്. എന്തായാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്റ്റേയും ഇത്രയും ആനിമലിനെ നമുക്ക് സൈറ്റ് ചെയ്യാൻ കിട്ടി നമ്മൾ ഈ സ്റ്റേ ചെയ്യുന്നതിൻ്റെ അടുത്ത് കേട്ടോ. എല്ലാം കൊണ്ടും നമുക്ക് ഒരു വർത്തായിട്ടുള്ളൊരു സ്റ്റേയും കാഴ്ചകളും ഒക്കെ ആയിരുന്നു നമുക്ക് ഇവിടുന്ന് കിട്ടിയ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു റിസോർട്ടിൻ്റെ നൈറ്റ് വ്യൂ കേട്ടോ. നൈറ്റ് ആയപ്പോഴത്തേനും ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ സെറ്റപ്പിലാണ് ഇപ്പം നമ്മൾ റിസോർട്ട് ഇരിക്കുന്നത് കേട്ടോ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ റോഡ് സൈഡ് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും.
പിന്നെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഈ ഒരു ടൈമിലൊക്കെ ഇവിടെ ഈ പറഞ്ഞ പോലെ വന്യജീവികളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടെയാണ് കേട്ടോ ഈ വാൽപ്പാറയും ഇതിൻ്റെ പരിസരമൊക്കെ. പിറ്റേന്ന് മോർണിംഗ് നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് നമുക്ക് പുറത്തിറങ്ങണം. അപ്പോൾ സമയം ഒരു 7 മണി 6 ആയിട്ടുണ്ട്. കുറച്ച് താമസിച്ചു പോയി, കുറച്ചുകൂടെ നേരത്തെ എണീക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മയിലൊക്കെ വന്നിട്ടുണ്ട്. എന്താ റോട്ടിൽ ഒരു മയിൽ കിടക്കുന്നുണ്ട്. മയിൽ നമ്മൾ വന്നപ്പോൾ തന്നെ ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ. ക്ലീൻ ആയിട്ടുള്ളൊരു വ്യൂ ആണ് നമുക്കിപ്പോൾ മോർണിംഗ് വന്നിരിക്കുന്നത്. നമ്മൾ വന്നപ്പോൾ അങ്ങനെ ഹെവി കോടയൊന്നും ഇതുവരെ കിട്ടിയില്ലാണോ. ഇത് എവിടെയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്, റോഡ് സൈഡിലുള്ള വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഇന്നലെ ആനേനെ കണ്ടോ. മേളിൽ ആന കണ്ട് ഇന്നും കാണും. മോർണിംഗ് നമ്മളിന്ന് ജസ്റ്റ് ഇറങ്ങിയുള്ളൂ. നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സൈറ്റിങ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സൈറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ തപ്പി കണ്ടുപിടിക്കണം കേട്ടോ. നമ്മുടെ അടുത്തൊക്കെ ഓൾറെഡി നമ്മൾ ഇന്നലെ വന്നപ്പോൾ തന്നെ ആനയുടെയൊക്കെ നല്ല സ്മെല്ലുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ ഇറങ്ങി ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിങ്സ് കിട്ടുള്ളൂ. ആന, കരടി, പുലിയൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ആ ഒരു മുകളിലേക്ക്, ആ ഒരു മുകളിൽ ഈ ടീ ഗാർഡൻസ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് കാടാണോ. ടീ ഗാർഡൻസ് കുറച്ച് ഏരിയയുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് കാടാണ്. അതിൻ്റെ താഴെയാണ് ഈ ഒരു സ്റ്റേ ആണ്. ഭയങ്കരമായിട്ടുള്ളൊരു വണ്ടിയുടെ ബഹളമോ കാര്യങ്ങളൊന്നുമില്ല. എന്നാ എല്ലോ സൈറ്റിംഗ് വല്ലതും കിട്ടിയ ആന വല്ലോ ഇല്ലേ? ഇന്നലെ ഈവനിങ് അവിടെ ആന ഇരിക്കുക അവിടെ. ഇന്നലെ ഈവനിങ് പോയി ഇറങ്ങി വന്നില്ല. അങ്ങ് ടോപ്പ് അങ്ങ് ടോപ്പ് അങ്ങ് മോർണിംഗ് ഒരു സൈറ്റിംഗ് കിട്ടിയില്ല നിങ്ങൾക്ക്? ഓക്കെ. കാണാൻ എവിടെ നിന്ന് നോക്കിയാൽ മതി. ഞാൻ മോർണിംഗ് നമ്മൾ എണീക്കുമ്പോൾ നല്ല കോട വന്ന് ഫുള്ള് മൂടുമെന്നാണ് ഓർത്തത്. പക്ഷെ കോടയില്ല കേട്ടോ. പക്ഷെ തണുപ്പുണ്ട്, നല്ല തണുപ്പാണ്. നമ്മളിങ്ങനെ നടന്നു കഴിയുമ്പം ആ തണുപ്പ് കൂടും. ആ കാറ്റിൻ്റെ ഒരു ഫ്ലോയും കൂടെ വരുമ്പോഴത്തേന് നല്ല തണുപ്പുണ്ട്. നമ്മൾ ഇന്നലെ ഈവനിങ് നമ്മൾ ടെമ്പറേച്ചർ നോക്കിയപ്പം 19 ആയിരുന്നു കേട്ടോ ഇവിടുത്തെ. പക്ഷേ വലിയ കാറ്റോ ഭയങ്കരമായിട്ട് മൂടുന്ന ഫോഗൊന്നുമില്ല. ആ ഒരു പോഷൻ അതിൻ്റെ അപ്പുറമൊക്കെ ആയിരുന്നു ഇന്നലെ കാട്ടുപോത്തുകൾ കൂട്ടമായിട്ട് വന്നത്. കാട്ടുപോത്ത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ മുതൽ നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കണ്ടു തുടങ്ങിയതാണ്. കാട്ടുപോത്ത് ഡെഫിനറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആനേനെയും കാണാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ വന്നിട്ട് ഒറ്റ ഒരു ആനേനെ മാത്രമാണ് കണ്ടുള്ളൂ. അത് ഒരുപാട് അടുത്തൊന്നുമല്ല നമ്മൾ കണ്ടത്, അത്യാവശ്യം ഒരു ഡിസ്റ്റൻസ് ആയിരുന്നു. എന്നാലും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. മലയെക്കൂടെ ഇങ്ങനെ കയറി പുല്ലൊക്കെ തിന്ന് നടക്കുന്നത് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് കുറേ ഷോട്ടുകൾ കിട്ടി. എന്നാൽ മല നോക്കി, മലയുടെയൊക്കെ മേളിൽ അവിടെയൊക്കെ നല്ല മഞ്ഞായിട്ടോ. അത്യാവശ്യം ടോപ്പിക്കോടെ ഇങ്ങനെ മഞ്ഞുണ്ട്. അവിടെയൊക്കെ നമുക്ക് ക്യാമറയിൽ അത്രയും കിട്ടാത്തതാണ്. ആ ടോപ്പ് ഏരിയയിലൊക്കെ ഫോഗ് വന്ന് മൂടിയതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ആ ഒരു ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വാൽപ്പാറ വന്നിട്ട് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്റ്റേ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു റിസോർട്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ കണ്ട പോലെ തന്നെ അത്ര വലിയ സെറ്റപ്പ് ഒന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. ഒരു ആവറേജ് ആണ് റൂമും കാര്യങ്ങളും റിസോർട്ടും ഒക്കെ കേട്ടോ. എന്നാൽ നമുക്കത് ഇരിക്കുന്ന പരിസരവും പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാഴ്ചകളും അറ്റ്മോസ്ഫിയറും എല്ലാം അടിപൊളിയാണ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നോക്കിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തത് കേട്ടോ. ഇവിടെ വന്ന് നമ്മൾ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര കാഴ്ചകളും കാണാൻ പറ്റി. നമ്മളെല്ലാവരും സാറ്റിസ്ഫൈഡ് ആണ് നമ്മളിവിടെ വന്ന ആ ഒരു സ്റ്റേക്കും കാര്യങ്ങൾക്കൊക്കെ കേട്ടോ. പിന്നെ ഇവിടെ ഫാമിലീസും ബാച്ചിലേഴ്സും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിനെ കുറിച്ച് പറയാനാണെങ്കിൽ 600 രൂപ പെർ ഹെഡിന് വർത്തായിട്ടുള്ളൊരു റിസോർട്ടും സ്റ്റേയും ഒക്കെയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോയ്ക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഈ വാൽപ്പാറ വന്ന വീഡിയോയും ഇവിടെ കറങ്ങാൻ പോകുന്ന വീഡിയോസും എല്ലാം നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോട്ടോ. നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കൊടുത്തേക്കാം. അപ്പം ബൈ ബൈ.